സംസ്ഥാനത്ത് നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ഇടതു സർക്കാരാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധി പരിഹരിക്കുവാൻ ശ്രമം തുടരുകയാണെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. വൈദ്യുതി നമ്മളെ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ വൈദ്യുതി ആവശ്യം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം 1000 മെഗാവാട്ടായിട്ട് ഉയർന്നിട്ടുണ്ട്. പുതിയതായിട്ട് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരുപാട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ വീടുകൾ വന്നു, സ്ഥാപനങ്ങൾ വന്നു, കൂടുതൽ ആളുകൾ എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ താപനില കൂടി മഴ കുറഞ്ഞപ്പോൾ രണ്ട് കാര്യം. മഴ കുറഞ്ഞപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിലെ ഡാമുകളിലെ സംഭരണശേഷി ഗണ്യമായിട്ട് കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കിയിൽ 60% ജലനിരപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 30-ൽ താഴെയായിട്ട് കുറഞ്ഞു. ഉൽപ്പാദനം ഗണ്യമായിട്ട് കുറയുകയും ഉപയോഗം 1000 മെഗാവായിട്ട് ഉയരുകയും ചെയ്തു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് LDF ഗവൺമെൻറ്റിന് 125 മെഗാവാട്ട് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. അവിടെയാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു വൈദ്യുതി കരാറുണ്ടാക്കി കേരളത്തിന് 4 രൂപ 29 പൈസയ്ക്ക് 465 മെഗാവാട്ട് കൂടി കിട്ടാനുള്ള ഒരു കരാറാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ലാരിയാടൻ മുഹമ്മദ് നടപ്പിൽ വരുത്തിയതെങ്കിൽ ആ കരാറിൻ്റെ ആനുകൂല്യം ആദ്യഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്തിയ LDF ഗവൺമെൻറ് ആ കരാർ റദ്ദാക്കാനാണ് അവർ പരിശ്രമിച്ചത്. ആ കരാർ ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടാവുന്ന 465 മെഗാവാട്ട് കിട്ടുന്നില്ല. പിന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇപ്രാവശ്യത്തെ വേനൽക്കാലത്ത് കേരളത്തിൻ്റെ സ്വന്തം വൈദ്യുതി ഉൽപ്പാദനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജൂൺ മാസം പകുതിയോടുകൂടി മഴ കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ അന്നത്തെ ഗവൺമെൻറ് കടം വാങ്ങി. ആ കടം വാങ്ങിയത് ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ പുതിയ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് വന്നാലും മടക്കി കൊടുക്കണം. ഇപ്പോൾ മടക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.